ട്രിവാൻഡ്രം ബേസ്ഡ് കേരളൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ യമഹ RD350യുടെ റീസ്റ്റോറേഷൻ നമ്പർ 3 ആണ്. അപ്പോൾ നമ്മൾ ചേസിൽ പിറകത്തെ ടയർ ഫിറ്റ് ചെയ്തു. അടുത്ത പരിപാടി നമ്മൾ ഫ്രണ്ടിലത്തെ ടയർ എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രണ്ടിലത്തെ ടയർ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ഷോക്കർ വേണം. അപ്പോൾ ഷോക്കറിൻ്റെ റീബിൽഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഷോക്കറിൻ്റെ ഔട്ടർ പൈപ്പിൽ ഡാമേജുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇതിനെ മാറ്റിയിട്ട് പുതിയ ഒരു ഇന്നർ പൈപ്പ് നമ്മൾ വാങ്ങുകയാണ്. ക്ഷമിക്കണം, ഔട്ടർ പൈപ്പല്ല, ഇന്നർ പൈപ്പ്. ഇന്നർ പൈപ്പ് ഇത് യമഹ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ലോക്കലാണ്, ചാത്തനാണ്, ഒറിജിനൽ അല്ല. യമഹയുടെ എംബ്ലോ ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഒറിജിനൽ അല്ല. ഇത് ആഫ്റ്റർ മാർക്കറ്റ് മേക്കിംഗ് ആണ്. ഇത് 2 പീസ് എനിക്ക് 1600 രൂപയ്ക്ക് കിട്ടിയതാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്പെയർ ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്കിനി അടുത്തത് നമ്മുടെ ഷോക്കറിൻ്റെ ഓയിൽ സീൽ പിടിപ്പിക്കണം. ഓയിൽ സീൽ പിടിപ്പിക്കുന്നതിന് അതിൻ്റെ സെയിം അളവുള്ള ഇതുപോലുള്ളൊരു അഡാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അടിച്ച് വെക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ആ ഓയിൽ സീൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്ലഷ് ഫിറ്റ് ആയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓയിൽ ലീക്ക് വരാനും ഒപ്പം തന്നെ സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് ഒന്നും നടക്കത്തുമില്ല. ഓയിൽ സീൽ സീറ്റായതിനു ശേഷം അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു വാഷറുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലോക്ക് പിന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഫിറ്റായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഔട്ടർ പേപ്പർ റെഡിയായി. അപ്പോൾ ഇതിനെയും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോയിൽ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് അപ്പോൾ രണ്ടിനെയും ഞാൻ ചെയ്യുന്ന കാണിക്കുന്നില്ല, ഒരെണ്ണത്തിന് മാത്രം കാണിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോക്കറിൻ്റെ പമ്പ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ആയിട്ടൊരു നൈലോൺ ബുഷുണ്ട്. അതിൻ്റെ ആ നൈലോൺ ബുഷിനെ ഞാൻ മേക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ, ഒറിജിനൽ അല്ല, അത് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അതിനുശേഷം ഇതാണ് നമ്മുടെ പമ്പിൻ്റെ ഔട്ടറിൽ വരുന്ന ഒരു അലുമിനിയത്തിൻ്റെ ഒരു സ്റ്റോപ്പറാണത്. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്പ്രിങ്ങും ഉണ്ട്. അപ്പോൾ ഈ പമ്പിനകത്തേക്ക് ഈ സ്പ്രിങ് ഇങ്ങനെ പോകും, അതിൻ്റെ മണ്ടയിൽ ഈ അലുമിനിയത്തിൻ്റെ പീസും വരും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അസംബ്ലി നോക്കുകയാണ്. പമ്പും സ്പ്രിങ്ങും ഒപ്പം തന്നെ നൈലോൺ ബുഷും അടങ്ങിയ ആ സംഭവം അകത്തേക്ക് പോയി, ഇന്നർ പൈപ്പിനകത്തേക്ക് പോയി. അതിനുശേഷം ഇതിനെ ഇതുപോലെ വെളിയിലെടുക്കണം. അതിനുശേഷം ഈ അലുമിനിയത്തിൻ്റെ ഒരു സ്റ്റോപ്പറുണ്ട്, അതിന് ഏറ്റവും ഔട്ടർ സൈഡിൽ നല്ലോണം ചെയ്യുക. അത് നല്ലോണം റൊട്ടേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ടൈറ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് പണി കിട്ടും. അതിനുശേഷം കണ്ടില്ലേ, ഔട്ടർ പൈപ്പിനുള്ളിലേക്ക് ഇതിനെ തിരികെ കയറ്റുക. ഓക്കെ, ഇനി വേണ്ടത് നമുക്കൊരു സ്പെഷ്യൽ ടൂളാണ്. ഇതാണ് ആ സ്പെഷ്യൽ ടൂള്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഷോക്കറിൻ്റെ ഒരു സ്റ്റോപ്പറാണ്. അത് വെച്ചിട്ട് വേണം നമ്മൾ അസംബിൾ ചെയ്യുക. അതൊരു സ്പെഷ്യൽ ടൂളാണ്. പല വണ്ടിക്കും പലതാണ്. സത്യം പറഞ്ഞാൽ 17ൻ്റെ സൈസാണ് നമുക്ക് RDക്ക് വരുന്നത്. അതിനുശേഷം ഇവിടെ ഒരു അലൻ കീ ഉണ്ട്. അലൻ കീയുടെ ഫ്രണ്ടിലായിട്ടൊരു കോപ്പർ വാഷറുണ്ട്. അതിനുശേഷം അലൻ കീ വെച്ച് ടൈറ്റ് ചെയ്യുക. നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞു. കണ്ടോ? ഇനി ഷോക്കറിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. നല്ല സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റ് വേണം. ഇതുപോലെ കണ്ടില്ലേ? അപ്പം നമ്മുടെ ഷോക്കറിൻ്റെ അസംബ്ലി പെർഫെക്റ്റായിട്ട് നടന്നു. ഇനി നമ്മൾ വേണ്ടത് നമ്മുടെ സ്പ്രിങ് ആണ്. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ വണ്ണം കൂടിയ ഭാഗം, അതായത് കട്ടി കൂടിയ ഭാഗം അടിവശത്തേക്കും കട്ടി കുറഞ്ഞത് മുകളിലേക്കും. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു സ്പ്രിങ് റീറ്റൈനർ ഉണ്ട്. അതിനുശേഷം ഒരു ചെറിയ സ്പേസറും കൊടുത്തിട്ടുണ്ട്. അത് സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ടോപ്പ് നട്ട് കണ്ടില്ലേ, ടോപ്പ് നട്ട് വിട്ട് ടൈറ്റ് ചെയ്യുക. അതിന് മുമ്പ്, ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഓയിൽ ഫില്ല് ചെയ്യണ്ടേ? നമുക്ക് ഷോക്കർ ഓയിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ എൻ്റെ ബൈക്കിന് 180 ml ആണ് കമ്പനി, അതായത് മാനുഫാക്ചർ റെക്കമെൻഡ് ചെയ്യുന്നത്. മാനുവലി ചെക്ക് ചെയ്തപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത്, 180 ml കേട്ടോ. അപ്പോൾ ഞാൻ എൻഡുറൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ഷോക്കർ ഓയിൽ മേടിച്ചു. അതിനുശേഷം അതിനെ ഇതുപോലൊരു കണ്ടെയ്നറിൽ 180 ml എടുത്തിട്ട് കറക്റ്റ് ഷോക്കറിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു. ഓക്കെ, അപ്പോൾ 180 ml കിട്ടി, അതിനകത്ത് കയറ്റി. ഇതാണ് കണ്ടോ നമ്മുടെ യമഹയുടെ പാർട്ട് നമ്പറൊക്കെ എഴുതിയിട്ടുള്ളൊരു പരിപാടി. ചാത്തനാണ് സാധനം. അത് സംഭവം ലേസർ കട്ടിങ്ങിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വർക്ക് മുന്നോട്ട് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഷോക്കറിൻ്റെ അസംബ്ലി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ടീ സ്റ്റെമ്പിലേക്കാണ്. ടീ സ്റ്റെമ്പിന് മൊത്തം ടീ സ്റ്റെമ്പും ഉണ്ട്, ടോപ്പ് പ്ലേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടീ സ്റ്റെമ്പിൻ്റെ ടോപ്പ് പ്ലേറ്റ് സീറ്റ് ആവുന്നത്. അത് നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം ടീ സ്റ്റെമ്പിലേക്ക് നമ്മുടെ റേസേഴ്സിനെ ഫിറ്റ് ചെയ്യാം. റേസേഴ്സ് എന്ന് പറയുന്നത് ബോൾ ആൻഡ് റേസേഴ്സാണ്. ഓക്കെ, അപ്പോൾ 4 റേസറുകളാണ് ഉള്ളത്. ഇതിൽ 2 ടോപ്പിലും 2 ബോട്ടമിലുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടമിലുള്ളതിനെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് അടിച്ച് കയറ്റേണ്ടത്.
അപ്പോൾ അടിച്ച് കയറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് ഹൈലി ടെമ്പേർഡ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. തേയ്മാനം വരാതിരിക്കാൻ വേണ്ടി അത്രയും ടെമ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാർട്ടാണ് ഈ റേസർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോവും. കണ്ടില്ലേ, ഒരടി മാറി കിട്ടി പൊട്ടിപ്പോയി. അപ്പോൾ റേസറിനെ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അടിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിപ്പോവും, പിന്നെ പീസ് മാറേണ്ടി വരും. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് മാറുന്നില്ല, അതിനെ തന്നെ റീയൂസ് ചെയ്യുകയാണ്. നോക്കാം എന്താ സംഭവിക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ബോൾസുകളുണ്ട്, ബോൾസിലെല്ലാത്തിലും ഗ്രീസ് ഇതുപോലെ പിടിപ്പിക്കുക. ഇങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് തറയെ വീഴുന്ന ആ ഒരു പരിപാടി ഒഴിവാകും. ഈ ഗ്രീസിൽ ഇത് ഒട്ടിയിരുന്നുള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആ ബോൾസിനെ എല്ലാം നമ്മുടെ റേസറിലേക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണാൻ ഞാൻ എന്തുകൊണ്ടാണ് ആ പൊട്ടിയ റേസർ തന്നെ യൂസ് ചെയ്യാമെന്ന്. അതായത് നമ്മുടെ ബോള് ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് പെർഫെക്റ്റായിട്ട് ഇത് ഇരിക്കുന്നുണ്ട്. ആ പൊട്ടിയ ഭാഗം ഔട്ടർ ലൈനിലായതുകൊണ്ട് വലിയ പണി കിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി ചേസിലേക്ക് പോകുന്ന പാർട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ത്രെഡ് ലോക്കർ അല്ലെങ്കിൽ ബിയറിംഗ് ലോക്കർ ഞാൻ തേക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഊരി വരാതിരിക്കാനുള്ള പരിപാടിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇതിനകത്തേക്ക് പോവും. അതിനുശേഷം അതിൻ്റെ സെയിം ഡയമീറ്ററുള്ള എന്തെങ്കിലും ഒരു പഞ്ചെടുക്കുക. പഞ്ചെടുത്തിട്ട് ഇതുപോലെ അടിച്ച് അതിന് സീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇനി മുകളിലുള്ള നമ്മുടെ റേസുകളാണ്. മുകളിൽ 2 ഉണ്ട്. അതിൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം അകത്തേക്ക് വരും. അപ്പോൾ അവിടെ ഞാനും വീണ്ടും എൻ്റെ ത്രെഡ് ലോക്കർ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഊരി വരാതിരിക്കാനുള്ളൊരു പരിപാടി, അത്രയേ ഉള്ളൂ. അതിൽ വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനെയും കറക്റ്റ് സീറ്റ് ചെയ്യുക. സീറ്റ് ചെയ്ത ശേഷം ഹാമറിന് അടിക്കുക. ഹാമറിന് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളണം, സൈഡ് പൊട്ടിപ്പോകരുത്. ഓക്കെ, ഇതൊക്കെ ഓൺ റിസ്കിൽ ചെയ്യുക. പെർഫെക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ റേസർ സീറ്റ് ചെയ്യുന്നതിന് സ്പെഷ്യൽ ടൂളുണ്ട്. അതൊന്നും എൻ്റെ കയ്യിലില്ല, ഇനി വാങ്ങാൻ നിൽക്കുന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, വാട്ടർ പ്രൂഫ് ഗ്രീസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ കുഞ്ഞു ബോളുകളെല്ലാം പറക്കി നിരത്തുക. അപ്പോൾ 17 ബോളുകളാണ് മുകളിലുള്ളത് ടോട്ടലി. ബോട്ടം സൈഡിൽ മൊത്തം 16 ബോളുകളും വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് ഗ്രീസ് വീണ്ടും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രീസ് നല്ലവണ്ണം കുളിപ്പിച്ച് കടത്തിയിട്ടുണ്ട്. ഇനി ടോപ്പ് റേസ് കൂടെ വയ്ക്കുക. ഓക്കെ, കോൺബോളിൽ ടോപ്പ് റേസ് ബോട്ടം റേസ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പ് റേസ് വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് കറക്കി നോക്കുക. ഈ ബോൾസ് എല്ലാം സീറ്റഡ് ആണോ, നല്ലോണം വർക്കിംഗ് ആണോ, റൊട്ടേറ്റ് ആവുന്നുണ്ടോ എന്ന്. അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കറക്കി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതെ, ഇതുപോലെ കറക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ടീ സ്റ്റമ്പ് കയറ്റാവൂ. അപ്പോൾ ടീ സ്റ്റമ്പ് കയറ്റുകയാണ്. ടീ സ്റ്റമ്പ് കയറ്റുമ്പോൾ താഴത്തെ ബോൾ ചാടിപ്പോകാൻ നോക്കിക്കൊള്ളണം. അതിനുശേഷം കറക്റ്റ് ടീ സ്റ്റമ്പിനെ കയറ്റുക. ഒരു ചെറിയൊരു കോളറുണ്ട് ഏറ്റവും മുകളിൽ, ആ കോളർ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നട്ട് കയറ്റുക. സ്പെഷ്യൽ നട്ടാണ് ഇത്. ടൈറ്റ് ചെയ്യാൻ സ്പെഷ്യൽ ടൂൾ വേണം. അതും എൻ്റെ കയ്യിലില്ല. നമ്മളെന്തായാലും സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അടിച്ചേ കയറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ റൊട്ടേഷൻ ചെക്ക് ചെയ്യുക. ഓവർ ടൈറ്റ് ആവാനും പാടില്ല. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബിയറിങ്ങിന് പെട്ടെന്ന് തേയ്മാനം വരും. ഓവർ ലൂസായി കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ വൈബ്രേഷൻ പ്രൊഡ്യൂസും ചെയ്യും. അപ്പോൾ രണ്ടിനും ഇടയിൽ പ്രോപ്പറായിട്ടുള്ള ടോർക്ക് ചെയ്ത് വേണം ഇത് ടൈറ്റ് ചെയ്യാൻ. ഇനി ടോപ്പ് പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ടോപ്പ് പ്ലേറ്റ് ഞാനിപ്പം ഇപ്പോഴത്തേക്ക് ജസ്റ്റ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ വെക്കുന്നേ ഉള്ളൂ. കാരണം ഇതിനി അഴിക്കേണ്ടി വരും. കാരണം ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് പ്ലേറ്റ് വീണ്ടും അഴിച്ചിട്ടായിരിക്കും നമ്മൾ ഹാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ ആ ഒരു കണ്ടിന്യൂഷനിൽ ടോപ്പ് പ്ലേറ്റ് കൂടെ ഞാൻ വെച്ച് പോകുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു റിംഗ് സ്പാനർ വരുന്നത് 22-ൻ്റെ റിംഗ് സ്പാനറാണ്. ഇത് വെച്ചിട്ട് ഈ ക്രൗൺ നട്ട്, നമ്മളെ ടോപ്പ് പ്ലേറ്റിൻ്റെ മണ്ടയിൽ വരുന്ന നട്ടിനെ ക്രൗൺ നട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീ സ്റ്റമ്പിൻ്റെ അസംബ്ലി. ടീ സ്റ്റമ്പിൻ്റെ അസംബ്ലി കഴിഞ്ഞു. ഇനി ഇതിനൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടോ, ഞാനിവിടെ ഒരു ചിസൽ എടുത്തിട്ട് ഒരു ഉളി എടുത്തിട്ട് അടിച്ച് കറക്റ്റ് ടൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ആ ഒരു നട്ട്, ടോപ്പ് നട്ട് ടൈറ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, ഓവർ ലൂസ് ആവാനും പാടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യണം. അതിനുശേഷം നമ്മളിനി നമ്മുടെ ഷോക്കറിനെ ഫിറ്റ് ചെയ്യും. ഇന്നർ ട്യൂബാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇന്നർ ട്യൂബിന് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം ഈ 2 17-ൻ്റെ ബോൾട്ടുകളുണ്ട്. ഈ 2 17-ൻ്റെ ബോൾട്ടും ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോക്കർ ടീ സ്റ്റമ്പിലേക്ക് പിടിക്കും.
ഈ ടീ സ്റ്റെമ്പിൽ 2 ഷോക്കറും പിടിച്ചിട്ടതിന് ശേഷമാണ് നമ്മുടെ റേസിൻ്റെ ടൈറ്റ്നസ് എത്രയാണെന്ന് അറിയാൻ പറ്റുന്നത്. അതായത് സെൻറ്റർ പിടിച്ച് വെച്ചാൽ സെൻറ്ററിൽ നിൽക്കാൻ പാടില്ല, ഇടതോട്ടോ വലതോട്ടോ ഇത് മൂവ് ആയിരിക്കണം, അങ്ങനെയാണൊരു കണക്ക്. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ ഷോക്കർ കയറുന്നില്ല. അപ്പോൾ ഞാൻ ഒരു വെഡ്ജ് എന്ന രീതിയിൽ ഒരു ആപ്പടിച്ച് കയറ്റുന്ന പോലെ ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ അടിച്ച് കയറ്റി. അപ്പോൾ ആ ഹോള് വലുതാവും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇവിടെ ഒരു സാധനം മറന്നു കേട്ടോ, ഇത് നമ്മുടെ ഡസ്റ്റ് സീലാണ് ഷോക്കറിൻ്റെ. ഇതുവഴി പൊടി വഴുക്കൊന്നും കയറി അകത്തുള്ള ഓയിൽ സീല് ചീത്തയാവാതിരിക്കാനുള്ള ഡസ്റ്റ് സീലാണ്. അപ്പോൾ ഇതിടാൻ മറന്നു പോരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഷോക്കറോട് അങ്ങ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ 2 ഷോക്കറും ഫിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ. ഇനി ആണ്ട ഇങ്ങനെ സെൻറ്ററിൽ പിടിച്ചു വെച്ചാൽ അതുപോലെ നിൽക്കരുത്, ആ ഒരു രീതിയിലായിരിക്കണം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മിക്ക മെക്കാനിക്കുകൾക്കും അറിയാവുന്നൊരു പരിപാടിയായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡ് കേട്ടോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമ്മുടെ ഹെഡിന് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഹെഡ് എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചൊരു സംഭവമാണ്. ഇതിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, നമ്മുടെ സെൻറ്ററിലുള്ള സ്പാർക്ക് പ്ലഗ് വരുന്ന ത്രെഡ് ഡാമേജ് ആയിട്ട് അഡാപ്റ്റർ ഉണ്ടായിരുന്നതാണ്. ആ അഡാപ്റ്ററിനെ ഞാൻ ഊരി മാറ്റിയിട്ട് അലുമിനിയം വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തു. ഒപ്പം തന്നെ ഈ സിലിണ്ടർ ഹെഡിൻ്റെ സൈഡിൽ വെള്ളത്തിലാങ്ങാണ്ട് കിടന്ന ഒരുപാട് ഹോളുകളുണ്ടായിരുന്നു. ആ ഹോളുകൾ ഞാൻ അലുമിനിയം വെൽഡ് ചെയ്തു. ഇത് അലുമിനിയം വെൽഡ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന എക്സ്ട്രാ പാർട്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ പോവുക. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ കട്ട് ചെയ്ത് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷമുള്ള ഹെഡാണ്. ഇതിനകത്ത് ഉള്ള സ്ക്വിഷ് ബാൻഡും കമ്പസും ചേമ്പറിൻ്റെ ഏരിയയും ഒക്കെ നമുക്കിനി അളന്ന് നോക്കി പെർഫെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് കണ്ടോ ആ സൈഡ്. ഇതിന് ഞാൻ അത്യാവശ്യം ഒന്ന് ബഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലുക്കേ നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതായിരുന്നു ആ പഴയ പീസ്. അപ്പോൾ ഇത്രയും ലുക്ക് മതി. ഞാൻ പറഞ്ഞു, ഞാൻ കോസ്മെറ്റിക്സിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ വൃത്തിയും ഒക്കെ അല്പം കുറവാണ് കേട്ടോ നമ്മുടെ അസംബ്ലിയിൽ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ, അതുകൊണ്ടാണ് കേട്ടോ. ടാങ്ക്, സൈഡ് പാനൽസ്, ഹെഡിൻ്റെ സ്റ്റേ എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സിൽവർ പെയിൻ്റാണ് നമ്മൾ വണ്ടിയിൽ അടിക്കാൻ പോകുന്നത്. ഈ പെയിൻറ്റ് ഞാൻ സ്വന്തമായി തന്നെ ചെയ്തതാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് കമൻറ്റിന് ചെയ്യാൻ പോകുന്നതായിരിക്കും പെയിൻറ്റിങ് മോശമായെന്ന് എനിക്കറിയാം. പക്ഷേ അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാൻ പറ്റൂ. ഇത് രാജ്ദൂതിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് വലിയ കാര്യമല്ലാന്ന് എനിക്കറിയാം, എങ്കിലും സ്റ്റിക്കറിൻ്റെ അലൈൻമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒരു സ്റ്റിക്കറിൻ്റെ കിറ്റിന് 850 രൂപയ്ക്ക് ഞാൻ മേടിച്ചതായിരുന്നു. അപ്പോൾ ഈ സ്റ്റിക്കർ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സൈഡ് കവറാണ്. അതിൽ ആ 350 എന്ന് എഴുതിയിരിക്കുന്നത് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാൻ. അതിനുശേഷം ഏറ്റവും മുകളിൽ ഒരു ചെറിയ ലെയർ ഉണ്ട്, തിൻ ഫിലിം ഉണ്ട്. ആ തിൻ ഫിലിമിനെയും കൂടെ അങ്ങ് ഊരി മാറ്റുക. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറിങ് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഞാൻ ടാങ്ക്, സൈഡ് പാനൽസ് എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല, വെറുതെ ആവശ്യമില്ലാത്ത കണ്ടൻറ്റ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 350യുടെ സൈഡ് പാനൽസിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്കിനി ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യാൻ മറന്നുപോയി. ഷോക്കറെല്ലാം ഫിറ്റ് ചെയ്തു, ഇനി ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഹബ്ബിലൊക്കെ കണ്ടോ, കുറേ ദിവസം അലുമിനിയം വെറുതെ ഇരുന്ന്, ഇവിടെ മഴക്കാലമാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് അലുമിനിയം ഓക്സൈഡ് വന്നിട്ടുണ്ട്, വൈറ്റ് പൗഡർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഹബ്ബ് ഫിറ്റ് ചെയ്യാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പുതിയ സ്പ്രിങ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ പിനിയൻ കറക്റ്റ് വർക്കിംഗ് ആണ്. കുറച്ച് ഗ്രീസ് ഞാൻ എക്സ്ട്രാ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹബ്ബിലേക്ക് ഇതിനെ കയറ്റി ഇരുത്തിയിട്ട് റൊട്ടേഷൻ ചെക്ക് ചെയ്യുകയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള റൊട്ടേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ അസംബിൾ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഫ്രണ്ട് ടയർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട് മഡ്ഗാർഡ്, ഫ്രണ്ട് ഫെൻഡേഴ്സിനെ ഫിറ്റ് ചെയ്യാം. ഫ്രണ്ട് മഡ്ഗാർഡ് ഇതുപോലെ ഇങ്ങനെയാണ് ഫിറ്റ് ആവുന്നത്. മൊത്തം 13 ബോൾട്ടുകളാണ് ഇതിൽ വരുന്നത്. ഫ്ലഞ്ച് ടൈപ്പ് ബോൾട്ട് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്, ഏറ്റവും നല്ലത്. അതായത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ വാഷറിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫിറ്റ് ആവുന്നത് കേട്ടോ. ഇനി ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇത് അലൈൻമെൻറ്റ് നോക്കി വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 ഹോളുകളുണ്ട്. 4 ഹോളും കറക്റ്റ് അലൈൻ ആയെങ്കിൽ മാത്രമേ ആ നട്ടുകൾ ഇതിനകത്തേക്ക് കയറി പോകത്തുള്ളൂ. അലുമിനിയത്തിൻ്റെയാണ് ഇന്നർ ട്യൂബ്, നട്ട് ഇരുമ്പുമാണ്. അപ്പോൾ ചവിട്ടി പിടിച്ചൊന്നും ടൈറ്റ് ചെയ്യരുത്. ത്രെഡ് ലോക്കർ ഉപയോഗിച്ച്
ടൈറ്റ് ചെയ്താൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഊരുന്നത് കൊണ്ട് ത്രെഡ് ലോക്കർ യൂസ് ചെയ്യുന്നത് അഭികാമ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഫ്രണ്ട് മഡ്ഗാർഡും പിടിപ്പിച്ചു. ഇനി നമുക്ക് നമ്മുടെ ടയർ കയറ്റാം. ടയർ കണ്ടോ, ഇങ്ങനെയാണ് ടയർ കയറ്റുന്നത്. പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും വീഡിയോ എടുക്കുകയല്ലേ, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഒരു കവർ. നമ്മുടെ ബുള്ളറ്റിനൊക്കെ വരത്തില്ലേ, അതുപോലൊരു ടൈപ്പാണ് RD350. വിൻറ്റേജ് മോഡലാണല്ലോ. ഇനി ഇവിടെ ഒരു ചെറിയ സ്പേസർ ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നമ്മുടെ ഷാഫ്റ്റിനെ കയറ്റി ഇതുപോലെ വയ്ക്കും. അതിനുശേഷം നമ്മൾ ടയറിനെ ഉയർത്തിയിട്ട്, കുറച്ച് പണിപ്പെട്ട പണിയായിരുന്നു. അതിനുശേഷം അപ്പുറത്തു നിന്നൊരു ഹാമർ വെച്ചിട്ട് അടിച്ച് ഇതിനുള്ളിലേക്ക് കയറ്റണം. RD350 ടയറിന് നല്ല വെയിറ്റാണ്, കാരണം വലിയ ഡ്രമ്മുകളായതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റ് വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോക്കറിൻ്റെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞു. ഒപ്പം തന്നെ ടയറിൻ്റെ ഫിറ്റ്മെൻറ്റും കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ നട്ടിവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ നിന്നു. വണ്ടി ഇപ്പോൾ ഫ്രണ്ട്, പിറകെ ടയർ, സെൻട്രൽ സ്റ്റാൻഡ്, ഇത്രയും സാധനങ്ങൾ പിടിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എൻജിനിലേക്ക് പോകുന്ന പരിപാടിയാണ്. എൻജിൻ എങ്ങനെയാണ് ചേസിലേക്ക് മൗണ്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഒരു പരിപാടിയുടെ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ റിയർ ഫെൻഡർ, അതായത് പിറകത്തെ മഡ്ഗാർഡോടെ പിടിപ്പിക്കണം നമുക്ക്. ഓക്കെ, അതോടൊപ്പം നമുക്ക് നോക്കണം. ഒപ്പം തന്നെ ഞാനിതിൻ്റെ ടയറിൻ്റെ റൊട്ടേഷനൊക്കെ ഒന്ന് നോക്കുകയാണ്. വോബ്ലിംഗ് ഉണ്ടോ, ബ്രേക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ആവുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇതാണിപ്പോൾ വണ്ടിയുടെ ഒരു ലുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് മഡ്ഗാർഡും പിടിച്ചു. എല്ലാത്തിലും കണക്ഷൻ എല്ലാം കൊടുത്തു. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നുണ്ടോ? ഇത്രയും ഗ്യാപ്പ് വരാൻ പാടില്ല. അത് നമ്മുടെ ടയർ വാങ്ങിയതിൻ്റെ ഒരു സൈസിൻ്റെ കുഴപ്പമാണ്. 90-90-18 ഫ്രണ്ട് ടയർ RDക്ക് ഇടാനുള്ളത്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 100-90-18. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അല്ല. ഞാൻ എന്തായാലും ഫ്രണ്ട് ടോപ്പ് ലൈറ്റിനെ ഊരി മാറ്റുകയാണ്, കാരണം നമുക്കിനി ഹാൻഡിൽ പിടിപ്പിക്കാനുണ്ട്. ഓക്കെ, ഹാൻഡിൽ പിടിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ നോക്കാം. ഇത് നമ്മൾ പിറകത്തെ നമ്മുടെ മഡ് ഫ്ലാപ്പിനെ അങ്ങ് ഫിറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ് ഫ്ലാപ്പിനെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ പിറകത്തെ നമ്മുടെ അടുത്ത അസംബ്ലി ഉണ്ട്. പിറകിൽ നമ്മുടെ മഡ്ഗാർഡ് പിടിപ്പിക്കുന്നത് നോക്കാം. 3 സ്ക്രൂവിലാണ് ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് ഇതുപോലെ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിറകത്തെ മഡ്ഗാർഡ് നോക്കാം. പിറകത്തെ മഡ്ഗാർഡ് ക്രോം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിറകത്തെ മഡ്ഗാർഡിൽ ഇതുപോലൊരു മഡ് ഫ്ലാപ്പ് ഉണ്ട്. അത് ഞാൻ ആൾറെഡി പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിറകത്തെ മഡ്ഗാർഡ് മൊത്തം 4 പോയിൻ്റായിട്ടാണ് നമ്മൾ ചേസിലേക്ക് പിടിപ്പിക്കുന്നത്. ആ 4 പോയിന്റിൽ 4 എണ്ണത്തിലും 4 റബ്ബർ ബുഷുകൾ അല്ലെങ്കിൽ ഗ്രോമറ്റുകൾ വരുന്നുണ്ട്. ഇതാണ് ആ ഗ്രോമറ്റുകൾ. ഓക്കെ, ഈ ഗ്രോമറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രോമറ്റുകളാണ് വണ്ടിയുടെ വൈബ്രേഷന് ഏകദേശമൊക്കെ ഇല്ലാതാക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഈ ഗ്രോമറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വെറുതെ റബ്ബർ മാത്രം ഇട്ട് ചേസിൽ ടൈറ്റ് ചെയ്താൽ ഇതിരിക്കില്ല. ഇതുപോലൊരു ഗ്രോമറ്റ് നിങ്ങൾ എവിടെന്നെങ്കിലും സെറ്റ് ചെയ്യുക, അതിനുശേഷം ഇതിനകത്ത് കയറ്റുക. ഇപ്പോൾ ഞാനിത് വേറെ ഏതോ ഒരു വണ്ടിയുടെ ഇവിടെ കിടന്നതാണ്, നോക്കിയപ്പോൾ കിട്ടി. അപ്പോൾ കറക്റ്റ് ഹോൾ ടു ഹോൾ അലൈൻമെൻറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രോമറ്റാണ് ഞാൻ ഇതിനകത്തേക്ക് കയറ്റാൻ പോകുന്നത്. ഇത് ഒറിജിനൽ അല്ല, RDക്ക് ഇങ്ങനെയല്ല വരുന്നത്. RDയുടെ ഗ്രോമറ്റിന് കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്. ഇത് എനിക്ക് കിട്ടിയ ഗ്രോമറ്റ് കുറച്ച് വലിപ്പം കുറവാണ്, പക്ഷേ എങ്കിലും നമ്മുടെ ചേസിൽ കറക്റ്റ് സീറ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രോമറ്റിൻ്റെ ഒരു സൈഡിൽ ഇതുപോലൊരു ബുഷും അപ്പുറ സൈഡിൽ ഒരു വാഷറുമാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഒരു വാഷറും വരും. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പോകുന്നത്, നമ്മുടെ ബോൾട്ട് കയറി പോകുന്നത്. അപ്പോൾ ഈ ബോൾട്ട് ടൈറ്റ് ആകുമ്പോൾ സെൻറ്ററിലുള്ള റബ്ബർ കറക്റ്റ് ടൈറ്റായി ആ ബുഷിലേക്ക് ഇറുവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വൈബ്രേഷൻ ഒട്ടും വരത്തില്ല. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ബുഷ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രോമറ്റ് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാതായി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് പിടിപ്പിക്കാം. ഫ്രണ്ട് മഡ്ഗാർഡ് പിടിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് മഡ്ഗാർഡ് വരുന്നത്. കണ്ടില്ലേ, ആദ്യം നമ്മൾ ചേസിലേക്കുള്ള മെയിൻ മൗണ്ടിങ് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, മെയിൻ മൗണ്ടിങ്ങിലും മൊത്തം 2 ഗ്രോമറ്റ് ടൈപ്പ് വലിയ നട്ടുകളാണുള്ളത്. ഇത് 17ൻ്റെ ബോൾട്ടാണ് ഇതിൽ പിടിപ്പിക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് ഇത് പിടിക്കുന്നത് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഈ വലിയ ഹോളിനകത്തേക്ക് ആദ്യം നമ്മൾ ആ റബ്ബർ ബുഷിനെ തള്ളിക്കയറ്റണം. അപ്പോൾ റബ്ബർ ബുഷുണ്ട്. റബ്ബർ ബുഷിൻ്റെ പിറകിൽ ഒരു ചെറിയ സ്ലീവും കൂടെ ഉണ്ട്, സ്ലീവ് അല്ലെങ്കിൽ കോളർ.
അപ്പോൾ ഈ റബ്ബർ ബുഷിനെ ഇങ്ങനെ കയറ്റാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ റബ്ബർ ബുഷിനെ ആദ്യം നമ്മുടെ കോളറിൽ നിന്ന് ഊരിയെടുത്തിട്ട് റബ്ബർ ബുഷിനെ ആ ഹോളിലേക്ക് കറക്റ്റ് കയറാൻ പാടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല, ഈസി ആയിട്ട് കയറും. അതിനുശേഷം നമ്മുടെ ആ ഒരു കോളറിനെ അകത്തുനിന്ന് തള്ളിക്കയറ്റണം. ഇവിടെ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എൻ്റെ അതിൽ ഈസി ആയിട്ട് കയറുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഗ്രീസ് വെറുതെ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അത് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്സിലേക്ക് ഇതിനെ അലൈൻ ചെയ്യുക, അതിനൊപ്പം തന്നെ ഹോള് അലൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ 17 ബോൾട്ടിനെ ഇതിനകത്തേക്ക് കയറ്റുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു സൈഡിൽ പിടിപ്പിച്ച പരിപാടി. അതിനുശേഷം ഒരു സ്പാനർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ തന്നെ സെയിം സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്, അപ്പുറ സൈഡിൽ അതുപോലെ ചെയ്യുക. ആദ്യം റബ്ബറിനെ കയറ്റുക, അതിനുശേഷം കോളർ കയറ്റുക, അതിനുശേഷം നട്ടിനെ കയറ്റുക. അപ്പോൾ നട്ടും കയറി. അപ്പോൾ എന്തായാലും നമ്മുടെ നട്ടും ഇതുപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ പിറകത്തെ ഗ്രാബ് ഗ്രില്ലില്ലേ, ആ ഗ്രില്ലിനെ നമുക്ക് ഇതിൻ്റെ പിറകിൽ പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാബ് ഗ്രില്ല് നമുക്ക് പിടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ടൈറ്റ് ചെയ്യുന്നില്ല. ഇനി ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞു 2 നമ്മുടെ ഗ്രോമറ്റുകളുണ്ട്, അതും പിടിപ്പിക്കുകയാണ്. അപ്പോൾ മഡ്ഗാർഡിൽ തന്നെ ആൾറെഡി ഒരു കട്ട് മാർക്ക് തന്നിട്ടുണ്ട്, അതുവഴി നമ്മുടെ ഒരു ടീ കയറിപ്പോയിട്ട് അതിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 10ൻ്റെ ബോൾട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനെ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മുകളിൽ വരണമുണ്ട്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മഡ്ഗാർഡ് പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ ഗ്രാബ് ഗ്രില്ല്. ഇത് പിറകെ ഇരിക്കുന്ന സഞ്ചാരിക്ക് പിടിക്കാനും ഒപ്പം തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യുന്നതിനുമുള്ളൊരു പരിപാടിയാണ്. ഇതൊരു സ്റ്റേ ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ 13ൻ്റെ ഒരു ബോൾട്ടും, ഓക്കെ, 2 13ൻ്റെ ബോൾട്ടും, പിറകെ സൈഡിൽ 17ൻ്റെ നമ്മുടെ ഈ മഡ്ഗാർഡ് പിടിപ്പിച്ച ആ ഒരു ബോൾട്ടിലുമാണ് ഈ ഗ്രാബ് ഗ്രില്ല് നമ്മൾ വണ്ടിയിലേക്ക് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ആ നട്ടിനെ ഊരിയതിന് ശേഷം കണ്ടില്ലേ, അതിനെ കറക്റ്റ് അലൈൻ ചെയ്തു. അപ്പോൾ ഈ ഒരു ഹോള് അലൈനാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ 17ൻ്റെ ബോൾട്ടിനെ കയറ്റുക. മഡ്ഗാർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കോളറുമായിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഫ്രണ്ടിൽ നമ്മുടെ 13ൻ്റെ ബോൾട്ടാണ് വരുന്നത്, അതും ഇതുപോലെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ചവിട്ടി പിടിച്ച് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ. ഈ ഗ്രാബ് ഗ്രില്ല് ടൈറ്റ് ചെയ്ത് എടുക്കാൻ കുറച്ച് പണിയാണ്. കുഴപ്പമില്ല, നമ്മൾ അസംബ്ലി എല്ലാം കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മൾ വണ്ടീനെ ഫ്രണ്ട്, പിറക, മഡ്ഗാർഡ് കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു. അടുത്ത വീഡിയോയിൽ എൻജിൻ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ കാണാം.